എറണാകുളം മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലിൽ നാളെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. നിലവിൽ പുനരധിവാസം അടക്കമുള്ളവയിൽ ചർച്ചകൾ തുടരുകയാണ്. മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഭൂവുടമയും പോലീസുമായും ചർച്ച നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് താൽക്കാലിക കുടിയൊഴിപ്പിക്കൽ നിർത്തിവച്ചത്. അതേസമയം മലയിടം തുരുത്ത് നിവാസികൾക്ക് പിന്തുണയുമായി പ്രതിപക്ഷവും രംഗത്തെത്തി. ഡാനി ഇപ്പോൾ തന്നെ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും പ്രശ്നങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് നിലവിലെ സാഹചര്യം? അതേസമയം തന്നെ ഇപ്പോൾ പിന്തുണയുമായി പ്രതിപക്ഷം കൂടി രംഗത്തെത്തിയിരിക്കുകയാണ്. മലയിടം തുരുത്ത് അത് കുടിയൊഴിപ്പിക്കൽ പോലീസ് നടപടി അന്ന് ആ നടപടികൾ അതിൻ്റെ രീതികൾ കുറച്ച് കടുത്തുപോയെന്ന് പൊതുസമൂഹം തന്നെ വിലയിരുത്തുന്നൊരു പശ്ചാത്തലമാണ് ഇപ്പോഴുള്ളത്. ഈ രീതിയിൽ പോലീസ് ഇടപെടണമോ എന്നതുപോലും വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഒപ്പം ഏറ്റവും അടുത്ത മണിക്കൂറുകളിൽ തന്നെ സർക്കാർ ഇതിനോട് അനുകൂലമായിട്ട്, അതായത് ഈ ഉന്നതിയിലെ നിവാസികൾക്ക് അനുകൂലമായിട്ട് പ്രതികരിച്ചു തുടങ്ങിയെന്നാണ് അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു വസ്തുത. കാരണം പിന്നീട് തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് അന്ന് മന്ത്രിതല ചർച്ച റോജി എം ജോണിനെയാണ് ഇക്കാര്യത്തിൽ മന്ത്രി ചർച്ചകൾക്കായി നിയോഗിച്ചിട്ടുള്ളത്. മന്ത്രി റോജി എം ജോണിൻ്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടറും അതോടൊപ്പം തന്നെ സമരസമിതിയും ഭൂവുടമയും എല്ലാവരുമായിട്ട് ചർച്ചകൾ നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് രാത്രി തന്നെ തീരുമാനമെടുത്തിരുന്നു. ഇനി ഒരു നീക്കം അത് കോടതി വ്യവഹാരങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സർക്കാർ കോടതിയിൽ അപ്പീൽ നൽകുകയാണ്. അപ്പോൾ അത് കേട്ടതിന് ശേഷം മാത്രമേ ഇനിയുള്ള ഒരു ഒഴിപ്പിക്കൽ നടപടികൾ ഉണ്ടാവുകയുള്ളൂ എന്ന് അന്ന് തന്നെ തീരുമാനിച്ചിരുന്നു. ആ രാത്രി ചർച്ചയിൽ തന്നെ തീരുമാനിച്ചിരുന്നു. അതനുസരിച്ചാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. കഴിഞ്ഞ ദിവസവും അവിടെ സമരസമിതി അനുകൂലമായിട്ട് ഇടത് സംഘടനകൾ, പ്രതിപക്ഷ സംഘടനകൾ അവിടേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഒരു പോലീസ് നടപടി ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നതടക്കം അവർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ന് എം വി ജയരാജൻ അടക്കമുള്ളവർ അവിടെ സന്ദർശിക്കുന്നുണ്ട്. ഏതായാലും വലിയ പിന്തുണ അവർക്ക് വരുന്നുണ്ട്. ഈ വിഷയം ഇതൊരു നിയമപരമായൊരു വിഷയമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കാം? കാരണം സുപ്രീം കോടതിയുടെ അടക്കമുള്ളൊരു അനുകൂല ഉത്തരവ് ഭൂ ഉടമയ്ക്കുണ്ട്. അപ്പോൾ അത് പാലിക്കണം. അപ്പോൾ അതിനു മുൻപായിട്ട് ഈ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നത് എന്താണ്, ഈ ഏതെങ്കിലും രീതിയിൽ അതിൽ ഇടപെടാൻ കഴിയുമെന്നതടക്കമുള്ള കാര്യങ്ങൾ നിയമവിദഗ്ധരുമായി ആലോചിക്കുകയാണ്. അതിനുള്ള ഒരു സാവകാശം കൂടി നൽകണം എന്ന രീതിയിലായിരിക്കും സർക്കാർ കോടതിയെ സമീപിക്കുക. കുടിയൊഴിപ്പിക്കൽ അതിന് മറ്റൊരു വഴിയുമില്ല, കുടിയൊഴിപ്പിക്കൽ മാത്രമാണുള്ളതെങ്കിൽ അവരുടെ ഒരു പുനരധിവാസത്തിനടക്കം സർക്കാർ തയ്യാറെടുക്കും. അപ്പോൾ അതിനുള്ളൊരു ബദൽ സംവിധാനങ്ങളടക്കം കണ്ടെത്തേണ്ടതുണ്ട്. ഒരു സുപ്രഭാതത്തിൽ അവരെ അവിടെ നിന്ന് രാവിലെ ഒഴിപ്പിച്ചു വിടാനായിട്ട് സാധിക്കുകയില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഒരു നിയമ നടപടികളിലേക്ക്, അതിൻ്റെ ഒരു ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് അത് തീർത്തും അനിവാര്യമാണെങ്കിൽ മാത്രമേ അതിലേക്ക് കടക്കുകയുള്ളൂ. ആ നിലപാടിൽ ഭൂ ഉടമ ഉറച്ചു നിൽക്കുമോ, ഈ പരാതിക്കാരൻ ഉറച്ചു നിൽക്കുമോ എന്നതെല്ലാമാണ് ഇതിന് പരിശോധിക്കേണ്ടത്. ഇവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കൂടി ക്രമീകരിക്കും. ഏതായാലും അവരെ തെരുവിലേക്ക് ഇറക്കി വിടില്ല എന്ന് സർക്കാരും വ്യക്തമാക്കിയിരിക്കുന്നത് ഒരാശ്വാസകരം തന്നെയാണ്. ഒപ്പം അവിടെ ഇടത് സംഘടനകളുടെ നേതൃത്വത്തിലടക്കം സമരവും പ്രതിഷേധവും തുടരുകയുമാണ്. ശരി, മലയിടം തുരുത്ത് കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് നാളെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് സർക്കാർ. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഈ മലയിടം തുരുത്ത് നിവാസികൾക്ക് പിന്തുണയുമായി രംഗത്തെത്തിയ ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.